2024 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ലൈസൺ ഓഫീസറായിരുന്ന സിബി ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന് അങ്ങനെ ഒരു ചെറിയ വാക്കിലൊന്നും എനിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. വലിയ ആളാണെന്ന് എനിക്കറിയാം. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മലയാളി പാട്ട് കേൾപ്പിച്ചു. അതും കലാഭവൻ ആണെന്നാണ് അതോ ജാസിഫ്റ്റിന്റെ ആദ്യം പാട്ട് കേൾപ്പിച്ചിട്ട് നോക്കുമ്പോൾ തുള്ളു അവരെല്ലാവരും. അപ്പോഴാണ് ആലോചിച്ചത്, എൻ്റെ ദൈവമേ, അങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ നമ്മുടെ മലയാളം പാട്ടിടാൻ മാത്രം ആരാണ് അവിടെ അത്രയും പവർഫുൾ എന്ന്. അപ്പോഴാണ് അറിയുന്നത് ചേട്ടനാണെന്ന്. എങ്ങനെയാണ് ചേട്ടൻ അങ്ങോട്ടേക്കുള്ളൊരു യാത്ര? ചേട്ടൻ ശരിക്കും ക്രിക്കറ്റിലുള്ള ആളാണോ? എങ്ങനെയാണ്? അല്ല, ഞാനൊരു ക്രിക്കറ്റ് ആരാധന, നമ്മുടെ എല്ലാ മലയാളികളെയും പോലെ സാധാരണ എല്ലാവരെയും പോലെ ക്രിക്കറ്റ് കാണുന്ന ഒരാളാണ്. ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ വെസ്റ്റ് ഇൻഡീസ് ചെല്ലുന്നത്. ഞാൻ ഇൻ്റർനാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ വെസ്റ്റ് ഇൻഡീസിലെ ക്യാമ്പസിലാണ് ജോലി ചെയ്യുന്നത്. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് ആയിട്ടാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, കരീബിയനിൽ ചെല്ലുന്നു. നല്ല സ്ഥലം, ചെറിയൊരു ഐലൻഡ്, സെൻറ്റ് ലൂഷ്യ. നല്ല മനുഷ്യർ, നല്ല സ്നേഹമുള്ള മനുഷ്യർ. ഞാൻ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വളരെ നല്ല അടുപ്പമായി. അങ്ങനെ അവിടെ ഒരു 2007 വേൾഡ് കപ്പ് നടക്കുന്നു. അപ്പോൾ ആ വേൾഡ് കപ്പിൽ വോളണ്ടിയറായിട്ട് ജോലി ചെയ്തു. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയും അതിൻ്റെ പ്രോസസ്സിൽ അവർ സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ മീഡിയയുടെ വോളണ്ടിയറായി. അപ്പോൾ എൻ്റെ അന്നത്തെ പ്രധാന ചുമതല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മനോരമയിൽ ആൾക്കാരുണ്ടായിരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യ, ഒരുപാട് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, പ്രമോദ് രാഘവൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളൊരു ചുമതല. അപ്പോൾ നല്ലതുപോലെ ചെയ്തുകൊണ്ടായി. പിന്നെ അതങ്ങ് ഒഫീഷ്യലായി. പിന്നെ അവിടെ ഏത് ഫോറിൻ ടീം വന്നാലും അവരുടെ മീഡിയ ഗ്രൂപ്പിനെ സഹായിക്കേണ്ട ചുമതല വന്നു. Might say it's a difficult position he got himself, but you could see his eye was on. He got himself, but you could see his eye was on.